നടിയെ ആക്രമിച്ച കേസിൽ കോടതിയലക്ഷ്യ ഹർജിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ദിലീപ്. കോടതിയിൽ പറയാത്ത പല കാര്യങ്ങളും ചാനലുകളിൽ പറഞ്ഞു എന്നും അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ ചോർത്തി എന്നുമാണ് ആരോപണം. ഇതിനിടെ 8ാം പ്രതിയായിരുന്ന ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. കേസിൽ കുറ്റവിമുക്തനാക്കിയതോടെയാണിത്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഇന്നിപ്പോൾ കോടതിയിൽ ഈ പാസ്പോർട്ട് തിരികെ കിട്ടണം, കുറ്റവിമുക്തൻ ആക്കി. അതിനെ തുടർന്ന് മുൻപൊക്കെ നമുക്കറിയാം, പ്രതിയായിരുന്ന സമയത്ത് പലപ്പോഴും വിദേശത്ത് പോയിരുന്നതൊക്കെ ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടായിരുന്നു. ഇന്നിപ്പോൾ വിജിലൻസ് കോടതി തന്നെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തന്നെ ഇക്കാര്യം പറയുന്നു, പാസ്പോർട്ട് തിരിച്ചു കിട്ടുന്നു. ഒപ്പം തന്നെ കുറെ ആരോപണങ്ങളും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ദിലീപ്. പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, ദിലീപിന്റെ പാസ്പോർട്ട് തിരികെ കൊടുത്തത് ഒരു സ്വാഭാവിക നടപടിയാണ്. കാരണം നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് 8ാം പ്രതിയായിരുന്ന ദിലീപിനെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം കുറ്റവിമുക്തനാക്കിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ജാമ്യ ബോണ്ട് അവസാനിച്ചു. തുടർന്നാണ് നേരത്തെ സറണ്ടർ ചെയ്തിരുന്ന പാസ്പോർട്ട് വിട്ടു നൽകാം എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. നേരത്തെ ദിലീപ് വിദേശ ഷോകളിലടക്കം പങ്കെടുത്തിരുന്നത് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ്. ഇനിയിപ്പോൾ അത് വേണ്ട, സ്വന്തം പാസ്പോർട്ട് സ്ഥിരമായി തന്നെ ദിലീപിന് കൈവശം വെക്കാനുള്ള സാഹചര്യം ഒത്തുവന്നിട്ടുണ്ട്. അത് ഈ കേസിൽ കുറ്റവിമുക്തനാക്കിയ പശ്ചാത്തലത്തിലാണ്. മറ്റൊന്ന്, ദിലീപ് കുറേയേറെ പേർക്കെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബൈജു പൗലോസ്, അതോടൊപ്പം തന്നെ ചില മാധ്യമ സ്ഥാപനങ്ങൾ, അവിടുത്തെ റിപ്പോർട്ടർമാർ അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് ഈ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ പ്രാഥമികമായ വാദങ്ങൾ നടന്നു. ദിലീപിന്റെ വെർഷനാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെതിരെയാണ്. കോടതി അതൊരു ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയിരുന്നു നടന്നത്. പക്ഷേ അതിലെ പല വിവരങ്ങളും പുറത്തേക്ക് പോയത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വഴിയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ക്രോസ് എക്സാമിനേഷൻ സമയത്ത് പറയാത്ത കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് പറഞ്ഞു നൽകി എന്നാണ് ദിലീപിന്റെ ഗുരുതരമായ ആരോപണം. ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ടും ദിലീപ് ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത്രയേറെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ആൾ ആദ്യം മൊഴി നൽകിയത് അന്വേഷണ സംഘത്തിലല്ല, മറിച്ചൊരു ചാനലിലാണ്. അതിൽ നിന്ന് തന്നെ ഇതിന്റെ ഒരു ഗൂഢലക്ഷ്യം വ്യക്തമാണെന്ന് ദിലീപ് പറയുന്നുണ്ടായി. ദിലീപായി ഏകദേശം 6ഓളം വരുന്ന ഹർജികളാണ്, കോടതിയലക്ഷ്യ ഹർജികളാണ് നൽകിയിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് 12ാം തീയതി ആ ഹർജികൾ പരിഗണിക്കുമെന്നാണ്. അതിൽ അന്ന് സർക്കാരിന്റെ കൂടി വാദം കോടതി വിഷയവുമായി ബന്ധപ്പെട്ട് കേൾക്കും. കോടതിയലക്ഷ്യ ഹർജി നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. അതിലാണ് 12ാം തീയതി വിശദമായ വാദം കേൾക്കുന്നത്. സ്മിത, അതെ, കോടതി ഏതായാലും ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ അവധിയാണ്. അതിനുശേഷം കോടതി കൂടുമ്പോൾ മാത്രമേ ഈ കാര്യം പരിഗണിക്കുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അടച്ചിട്ട കോടതിയിൽ നടന്ന കേസ്, അതിലെ വാദങ്ങൾ, അതിന്റെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ബാലചന്ദ്രകുമാർ ഇവിടെ പോലീസിൽ പരാതി പറഞ്ഞ് പോലീസിനോട് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ വരുന്നു, ഇന്റർവ്യൂ കൊടുക്കുന്നു. അതൊക്കെ വലിയ ഗുരുതരമായ തെറ്റായിരുന്നു എന്നുള്ള രീതിയിൽ കൂടി പറയുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഇതെങ്ങനെയായിരിക്കും കോടതിയുടെ മുന്നിലെത്തുമ്പോൾ ഇതിന്റെ ഒരു നിയമവശങ്ങൾ എന്താകാനാണ് സാധ്യത? അത്തരം എന്തെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ വിഷ്ണു, നിയമ വിദഗ്ധരുടെ പക്കൽ നിന്ന്? സ്മിത, PW 222 അതായിരുന്നു ബാലചന്ദ്രകുമാർ. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏടായി അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ എത്തിച്ചൊരു സാക്ഷിയാണ്. ആ സാക്ഷി പക്ഷേ ഏറ്റവും ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് ഒരു ചാനലിലൂടെയാണ്. സാധാരണഗതിയിൽ ഇത്ര വൈറ്റലായ ഒരു സാക്ഷിയാണ് എങ്കിൽ ആ ചാനൽ ഉടമകളടക്കം ഈ കേസ് നടക്കുന്ന കാര്യം, കോടതിയിൽ നടക്കുന്ന കാര്യം അറിയാം. അങ്ങനെയെങ്കിൽ ഈ കേസിൽ ഇത്ര പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ്, പ്രധാനപ്പെട്ട വിവരം കൈമാറാനുള്ള ആളാണെങ്കിൽ അയാളെ ആദ്യമായി എത്തിക്കേണ്ടത് അന്വേഷണ സംഘത്തിന് മുൻപിലാണ് എന്നാണ് ദിലീപിന്റെ പ്രയറായി ദിലീപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ കോടതി ആ വിഷയത്തിൽ ഒരു പൂർണ്ണ തീരുമാനത്തിലേക്കൊന്നും പോയിട്ടില്ല. കാരണം പ്രോസിക്യൂഷനെ കൂടി കേൾക്കേണ്ടതുണ്ട്. പ്രോസിക്യൂഷനാണ് മറ്റു വശത്ത് ഉള്ളത്. ബൈജു പൗലോസിന് വേണ്ടി ഹാജരാകുന്നത് പ്രോസിക്യൂഷനാണ്. അപ്പോൾ സ്റ്റേറ്റിനെ കൂടി കേൾക്കേണ്ടതുണ്ട്. സ്റ്റേറ്റിനെ കൂടി കേട്ട ശേഷമായിരിക്കും ഈ കോടതിയലക്ഷ്യ ഹർജി നിലനിൽക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരിക. അതായത് ദിലീപ് കൊടുത്തിരിക്കുന്ന എതിർ സത്യവാങ്മൂലത്തിലുള്ള ആളുകളൊക്കെ വ്യക്തമാക്കുന്നത് നിലവിൽ സെഷൻസ് കോടതിക്ക് ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടുമായി മുന്നോട്ട് പോകാൻ സാധാരണഗതിയിൽ പറ്റില്ല. അത് ഹൈക്കോടതിയിലേക്ക് കൈമാറുകയാണ് പതിവുള്ളത്. അതുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കാനുള്ളത്. എന്തായാലും സ്റ്റേറ്റ് അവരുടെ മറുപടി അടുത്ത തവണ 12ാം തീയതി, ഇപ്പോൾ അവധിയൊക്കെ ശേഷം 12ാം തീയതി വാദം കേൾക്കുന്ന ഘട്ടത്തിലായിരിക്കും ദിലീപ് ഉന്നയിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ മറുപടി സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. നിലവിൽ കോടതി ആ വിഷയത്തിൽ ഒരു പൂർണ്ണ ടേക്കിലേക്കൊന്നും അല്ലെങ്കിൽ ഒരു കമന്റിലേക്കൊന്നും പോയിട്ടില്ല. ദിലീപ് പറഞ്ഞ കാര്യം കേൾക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്.
വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.